ഹായ്, ഇത് കണ്ടോ? ഒരു നല്ല വെറൈറ്റി ടൈപ്പ് ഒരു മുളക് കണ്ടോ? നമ്മൾ ചാക്കിനകത്ത് പിടിപ്പിച്ചെടുത്തേക്കുന്ന കേട്ടോ. കണ്ടാലും നല്ല മുന്തിരി പോലെ തന്നെ, നല്ല കറുപ്പ് കളറിൽ, കറുപ്പ് വയലറ്റോ കടും വയലറ്റോ അങ്ങനെയൊക്കെ പറയാം. നല്ല പക്ഷേ കാണാൻ നല്ല രസമാണ്. പക്ഷെ കാണാൻ രസമുണ്ടെങ്കിൽ നല്ല എരിവാണ് കേട്ടോ, നല്ല എരിവുണ്ട്. അപ്പോൾ ഇതുണ്ടോ, നല്ല രീതിയിൽ പടർത്തി നിറച്ച് കായും പൂവൊക്കെ ആയിട്ട്. അപ്പം ഞാൻ നേഴ്സറിയിൽ നിന്നൊരു തൈ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിക്കൊണ്ടേ നട്ടതാണ്. അപ്പോൾ അത് മഴയൊക്കെ ആയപ്പോഴത്തേക്കേ അതങ്ങ് എന്താണ് ചീഞ്ഞു പോയി. അപ്പോൾ അതിനകത്തൊരു 3-4 മുളകുണ്ടായിരുന്നു. അപ്പോൾ ആ മുളക് ഞാൻ കളയാതെ നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് ചെറിയ ചൂടിന് വെച്ച് ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇപ്രാവശ്യം അങ്ങനെ പാകി റെഡിയാക്കിയ മുളകാണ് ഇതുണ്ടല്ലേ നല്ല. അപ്പോൾ അത് കിളിർത്തൊക്കെ വന്ന് ഒരു ഇത്തിരി വളർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് വിട്ടത് കൊണ്ട് നിറച്ച് എന്താണ് നല്ല പടർന്നു വന്നു, ഒരുപാട് കമ്പൊക്കെ ആയിട്ട്. ഇത് കണ്ടില്ലേ, ഇച്ചിരി മൂക്കുമ്പോഴത്തേക്കും അതിൻ്റെ കളറൊന്ന് മാറും കേട്ടോ, ഒരു ഇളം കളർ വരും. പിന്നെ പഴുക്കാറാകുമ്പോഴത്തേക്കും നല്ല ചുവന്ന കളറും വരും. അങ്ങനെ കുരുടിപ്പൊന്നും ഇല്ല കേട്ടോ. ഇലയൊക്കെ നല്ല ഉഷാറിൽ, നല്ല പൂവൊക്കെ ആണെങ്കിലും എന്താണല്ലേ നല്ല വയലറ്റ് കളറുള്ള പൂവ്, നല്ല രസം കാണാൻ. ഇലയാണെങ്കിലും പച്ചയും വയലറ്റും കൂടെ കൂടിയത്, തണ്ട് നല്ല വയലറ്റ് കളറ് അങ്ങനെയൊക്കെ. അപ്പം ഞാനങ്ങനെ നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വിത്ത്. അപ്പോൾ അത് ഞാൻ പാകിയത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, പൊഴിഞ്ഞു പോയൊരു മുളക്. ഇതിനകത്താണെങ്കിൽ ഇത് കണ്ടില്ലേ നിറച്ച്, അത് തിങ്ങി നിറഞ്ഞെന്ന് പറയും പോലെ വിത്തുണ്ട്. പക്ഷെ ഇതധികം മൂത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഇതിന് പാകിയാൽ കിളിർക്കുമെന്ന് അറിയത്തില്ല. ഇത് മൂക്കാത്തതാണ്, അധികം മൂത്തില്ല, അത് പൊഴിഞ്ഞു പോയത് അവിടെ. അപ്പോൾ ഇത് ഞാൻ ഉണക്കിയെടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ മുളക് നശിച്ചു പോയപ്പോഴേ അതിനകത്ത് കിട്ടിയ മുളക് ഞാൻ എടുത്ത് വെച്ച് ഉണക്കിയെടുത്ത് വെച്ചാണ്. ഇത് കണ്ടില്ലേ, ഒരുപാട് നല്ല ഫ്രഷ് വിത്താണ്, നല്ല കളർ കണ്ടോ, ഒന്നും അങ്ങനെ പൂത്തു പോകുകയൊന്നും ചെയ്തില്ല. അന്നത്തേക്ക് ഞാനിത് പാകാനിതല്ലേ ചട്ടിക്കകത്തേ ഞാൻ കുറച്ച് മണ്ണും കരിയിലയും ചാണകപ്പൊടിയും കൂടെ മിക്സാക്കി വെച്ചിട്ട് അതിൽ ഈ വിത്തങ്ങ് പാകി കൊടുത്താണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് എന്നിട്ട് അങ്ങനെ നനച്ചൊക്കെ കൊടുത്ത് നമ്മുടെ തൈയൊക്കെ കിളിർത്ത് വന്നതൊക്കെ ഞാൻ ഓരോ നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് ഇതേപോലെ അങ്ങ് പറിച്ച് നട്ട് കൊടുത്തു. ഇതുണ്ടല്ലേ നല്ല ഉഷാറായി നിൽക്കുന്നത്. അങ്ങനെ കുരുടിപ്പ് വെള്ളിയാഴ്ച ശല്യം ഒന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ മുന്തിരി മുളക് കൊള്ളാമല്ലേ, ഇഷ്ടമായോ?